ഇനി നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഡിറ്റർമിൻ ദ കോർ ആൻഡ് യോക്ക് ഡയമെൻഷൻസ് ഓഫ് എ 250 kVA 50 Hz സിംഗിൾ ഫേസ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഹാവിംഗ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. വോൾട്സ് പെർ ടേൺ തന്നിട്ടുണ്ട്. 15 വോൾട്സ് ആണ്. വോൾട്സ് പെർ ടേൺ എന്ന് പറയുന്നത്. അപ്പം 15 എന്ന് എഴുതിയാൽ മതി. വിൻഡോ സ്പേസ് ഫാക്ടർ 0.33, അതായത് നമ്മൾ വിൻഡോ സ്പേസ് ഫാക്ടർ KW എന്ന് പറയുന്നത് ഈസ് കോപ്പർ ഏരിയ ഇൻ ദ വിൻഡോ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഏരിയ ഓഫ് ദ വിൻഡോ 0.33. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന 3 Ampere/mm². ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.1 Wb/m². ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് ദി സ്ക്വയർ സെക്ഷൻ കോർ ഈസ് ട്വൈസ് ദ വിഡ്ത്ത് ഓഫ് ദ കോർ ലാമിനേഷൻ. അത് പുതിയ സംഗതിയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ സ്ക്വയർ സെക്ഷൻ ഓഫ് ദ കോർ ഈസ് ട്വൈസ് ദി വിഡ്ത്ത് ഓഫ് ദ കോർ ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇവിടെ അതിൻ്റെ ഒരു സിമ്പിൾ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ സ്ക്വയർ ക്രോസ് സെക്ഷൻ കോർ, ഈ സ്ക്വയർ ക്രോസ് സെക്ഷൻ കോറിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു ഈസ് ട്വൈസ് ദ വിഡ്ത്ത് ഓഫ് ദ കോർ ലാമിനേഷൻ. ഡി ഈസ് ഈക്വൽ ടു 2A എന്നാണ് കൊടുത്തിരിക്കുന്നത്. നേരം ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗിവൺ. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മളൊന്ന് കുറിക്കുന്നു. Q ഈസ് ഈക്വൽ ടു 250, F ഈസ് ഈക്വൽ ടു 50, ET ഈക്വൽ ടു 15, KW ഈക്വൽ ടു 0.33. ഡെൽറ്റ കറണ്ട് ഡെൻസിറ്റി ഈസ് 3 Ampere/mm² ആണ്. B മാക്സിമം ഈസ് 1.1 Wb/m². ആൻഡ് D ഈസ് 2A. ഒരു അഡീഷണൽ ഡേറ്റ തന്നിരിക്കുക. D ഈക്വൽ ടു, വെർ D ഈസ് ദിസ്, ഈസ് 2A. സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യുന്നത് എന്താണ്? സ്റ്റെപ്പ് 1 വി ഹാവ് ET. ദ വോൾട്സ് പെർ ടേൺ ഈസ് 4.44 FIM. അതാണ് വോൾട്സ് പെർ ടേൺ, ഓർത്തിരിക്കണം. ഇനി നമുക്കത് FIM-ന് പകരം BM ഇൻറ്റു AI. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു അയൺ ഏരിയ. ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു അയൺ ഏരിയ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്നിട്ട് AI നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് ഔട്ട് AI ഈസ് 15 ഡിവൈഡഡ് ബൈ 4.44 FBM. So substituting 15 by, so we get AI. The iron area is given by, the iron area of the core is given by 15 divided by this equals 0.0614 meter square. Square core ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിലെ. ഡിസൈൻ എ സ്ക്വയർ കോർ. ഡയമെൻഷൻസ് ഓഫ് ദ കോർ സെക്ഷൻസ് ഓഫ് സിംഗിൾ ഫേസ് കോർ ടൈപ്പ്. സെൻറ്റേഴ്സ് ഓഫ് ദ സ്ക്വയർ കോർ ഇവിടെ തന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് ദ സ്ക്വയർ കോർ. അപ്പോൾ സ്ക്വയർ കോറാണ്. അപ്പോൾ സ്ക്വയർ കോർ നമുക്കിവിടെ എയുടെ വാല്യൂ കിട്ടി. ഇൻ ദ കേസ് ഓഫ് എ സ്ക്വയർ കോർ വി ഹാവ് ദിസ് അഡീഷണൽ ഇൻഫർമേഷൻ വി നോ ഫ്രം ദ ടാബുലർ കോളം. AI ഈക്വൽ ടു 0.45 D² with the usual notations where D is the diameter of the circumscribing circle. ആ സെക്ഷന് ചുറ്റും നമ്മൾ വൈൻഡിങ് ചുറ്റുകയാണെങ്കിൽ ആ വൈൻഡിങ്ങിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററാണ് D എന്ന് പറയുന്നത്. വിച്ച് യു വിൽ ഗെറ്റ് ആസ് ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് D ആസ് 0.369 മീറ്റർ. അപ്പോൾ D, അപ്പോൾ അതുകൊണ്ട് വിഡ്ത്ത് ഓഫ് ദ ബിഗസ്റ്റ് ലാമിനേഷൻ 0.71 D ആണ്. ഇൻ വിച്ച് കേസ് വിഡ്ത്ത് ഓഫ് ദ ബിഗസ്റ്റ് ലാമിനേഷൻ ഡെസിഗ്നേറ്റ് as A, സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ്. 0.71 times D. So A is equal to 0.262 meter. അപ്പോൾ A 0.262 meter ആണ്. Immediately we can write D equal to 2A. D you can find out. We will make use of that later. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് we have the output equation. ഔട്ട്പുട്ട് ഇക്വേഷനിൽ നിന്ന് this is the output equation. Q equal to C0 AW into AI, where C0 is in the case of single phase, this is single phase transformer, is 2.22 FBM into KW into delta into 10 raised to minus 3. What is delta? Delta given is 3 Ampere/mm². 3 current density delta. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 3 എന്നാണ്. 3 Ampere/mm² ആണ്. ഒരു mm²ൽ കൂടി, ഒരു mm² ഏരിയയിൽ കൂടി 3 ആംപിയർ കറണ്ട് mm². അപ്പോൾ ഒരു മീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് mm²നെ അപേക്ഷിച്ച്. ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ കൂടി എത്ര ആംപിയറിന് പോകാം? മീറ്റർ സ്ക്വയറും എമ്മും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു മീറ്ററിനകത്ത് 1000 mm ആണ്. 10 mm ഒരു സെൻറ്റിമീറ്റർ ഇല്ലേ? 10 mm.
അപ്പോൾ 100 mm ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. 1000 mm ആണ് ഒരു മീറ്റർ. 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. 10 mm ആണ് ഒരു സെൻറ്റിമീറ്റർ. അപ്പോൾ 1000 mm ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. 100 സെൻറ്റിയാണ് ഒരു മീറ്റർ. അപ്പോൾ 1000 mm ആണ് ഒരു മീറ്റർ. അപ്പോൾ ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1000 × 1000 mm സ്ക്വയറാണ്. അപ്പോൾ ആംപിയർ പെർ mm സ്ക്വയർ ഈസ് 10⁻³ × 10⁻³ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെൽറ്റ ടു ബി സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 3 × 10⁻6. സോ സി ഡെൽറ്റ 3 ആംപിയർ പെർ mm സ്ക്വയർ എന്നല്ല, ആംപിയർ പെർ മീറ്റർ സ്ക്വയർ എന്നായി എക്സ്പ്രഷനകത്ത്. ബിക്കോസ് ദ റിസൾട്ടിങ് വിൻഡോ ഏരിയ ടു ബി ഗോട്ട് ഇൻ മീറ്റർ സ്ക്വയർ, മീറ്ററിൽ കിട്ടണം. അപ്പോൾ mm സ്ക്വയർ എന്നുള്ളത് മീറ്റർ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ mm സ്ക്വയർ ഡിനോമിനേറ്ററിലായതുകൊണ്ട് യു ഹാവ് ടു multiply with 10⁻6. Often people go wrong in this step. So take care. Ampere per mm square, ampere per meter square, 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. 250 Q എന്ന് പറയുന്നത് 2.22 F50 BM 1.1 വെബ്/മീറ്റർ. KW തന്നിട്ടുണ്ട്. വിൻഡോ സ്പേസ് ഫാക്ടർ 0.33. ഡെൽറ്റ 3 × 10⁻6 ഇൻറ്റു 10⁻³ C0-ക്കകത്തുള്ള 10⁻³ ഇൻറ്റു AW ഇൻറ്റു AI. AW കണ്ടുപിടിക്കുന്നതിന് അപ്പോൾ AI കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. AI കണ്ടുപിടിച്ചു. AW നമുക്ക് 0.0337 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2 കിട്ടി. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 നമുക്ക് എന്താണ്, നമുക്കിത് വരച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ സെക്ഷൻ. നമുക്ക് കോർ സ്ട്രക്ചർ ഇതാണ്, സെക്ഷനല്ല. കോർ വൈൻഡിങ് മാറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓവറോൾ വിഡ്ത്ത് ഓഫ് ദ വിൻഡോ, ഓവറോൾ ഹൈറ്റ് ഓഫ് ദ വിൻഡോ, ഇത് വിഡ്ത്ത് ഓഫ് ദ ലാമിനേഷൻ, ഇത് വിൻഡോ വിഡ്ത്ത്, ഇത് വിൻഡോ ഹൈറ്റ്, ഇത് D. ഇതാണ് യോക്ക് എന്ന് പറയുന്ന പോർഷൻ. ഇതാണ് യോക്ക്. ദിസ് ഈസ് ഓൾസോ കോൾഡ് യോക്ക്. ഇത് കോർ ലിംബ്. ഇത് ഡെപ്ത് ഓഫ് ദ യോക്ക്, ഡെപ്ത് കനം, ഓവറോൾ ഹൈറ്റ്, ഓവറോൾ വിഡ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ A എന്ന് പറയുന്നത് ഇത്, അതാണ് ഇവിടുത്തെ വിഡ്ത്തായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഈ ഡി കൂടെ കാണിച്ചിട്ടുണ്ട്. ദിസ് D, ഡയമീറ്റർ ഓഫ് ദ സർക്കംസ്ക്രൈബിങ് സർക്കിൾ, ഇതിൻ്റെ പ്രൊജക്ഷനാണ്. ഈ ഡയമീറ്ററിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അതിലേക്കൂടെ വൈൻഡിങ് പോകുന്നത്, വൈൻഡിങ്. ഓക്കെ. ഇനി നമ്മൾ H എന്ന് പറയുന്നത് എന്താണ്? H ഹൈറ്റ് ഈസ് HW + 2HY. D എന്ന് പറയുന്നത് WW + D/2 + D/2, അതാണ് WW + D. ഏരിയ ഓഫ് വിൻഡോ HW × WW given D is equal to 2A. D is equal to WW + D എന്ന് പറയുന്നത്. ഓക്കെ. എക്സാക്ട്ലി D is equal to WW + D ആണ്. പടത്തിൽ നിന്ന് മനസ്സിലാകും. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് WW is 0.524 - D, 0.155. So HW is window area. HW into WW ആണ് window area. HW is AW/WW. AW divided by window area. അപ്പോൾ അങ്ങനെ കിട്ടും. So that is the end of that problem.